പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര പ്ലാന്റുകളെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്നതാണ്. മലപ്പുറം ജില്ലയിലെ മണ്ണുത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്രയും വിപുലമായ ശേഖരമാണ് ഇവരുടെ കയ്യിലുള്ളത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കുട്ടിപ്പാറ എന്ന പ്രദേശത്താണ് ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 500-ൽ പരം വ്യത്യസ്തങ്ങളായ ഇൻഡോർ പ്ലാന്റുകളുടെ വിപുലമായ ശേഖരമാണ് സമാന സ്പേഷ്യസ് എന്ന നഴ്സറിയുടെ കീഴിലുള്ളത്. മലപ്പുറം ജില്ലക്കാർക്ക് ഇത് മണ്ണുത്തി അഗ്രി ഗാർഡൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതിൽ കൂടുതൽ കളക്ഷനുള്ള ഒരു നഴ്സറി മലപ്പുറത്ത് നിങ്ങൾക്കറിയുമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ വെല്ലുവിളിക്കാൻ മാത്രം പ്ലാന്റുകൾ ഇവരുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, പ്ലാന്റുകളെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നതിലും ഇവർ അത്യധികം മുൻപന്തിയിൽ തന്നെയാണ്. അഗ്ലോണിമ, മണി പ്ലാന്റ്, കലാത്തിയ, റിയോ പ്ലാന്റ്, കാക്ടസ്, അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൺ, ഒട്ടനവധി പറയാൻ കഴിയാത്ത അത്രയും കളക്ഷനാണ് ഇവരുടെ കയ്യിലുള്ളത്. വ്യത്യസ്തങ്ങളായ വെറൈറ്റിയിലുള്ള ഫിലോഡെൻഡ്രോൺ, വലിയതും ചെറിയതുമായ ചെടികൾ, അലോക്കേഷ്യ ചെടികൾ, അതുപോലെ തന്നെ ഫിറ്റോണിയ, അഗ്ലോണിമയുടെ തന്നെ വ്യത്യസ്തങ്ങളായ പല വെറൈറ്റികളുണ്ട്. സാൻസവേരിയയുടെ ഒട്ടനവധി വെറൈറ്റികൾ, ഓരോന്നും അതിന്റെ ഭംഗിയോടും വ്യത്യസ്തതയോടും തന്നെ അടുക്കിപ്പെറുക്കി നീറ്റാക്കി വെച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു നഴ്സറി. ഇനി ഇതിൽ കൂടുതൽ നഴ്സറിയെ കുറിച്ച് പറയുന്നത് അവർ തന്നെയാവട്ടെ. ഇനി നിങ്ങൾ പറഞ്ഞോളൂ സാർ. നമസ്കാരം. ഇത് സമാന സ്പീഷ്യസ് എന്നുള്ള നമ്മുടെ മഞ്ചേരി കുട്ടിപ്പാറ ഉള്ള നഴ്സറിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ ഫോളേജ് നഴ്സറികളിൽ ഒന്നാണിത്. അത് തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇവിടെ ഏകദേശം 500 തൊട്ട് 550ഓളം വരുന്ന വിവിധ തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വൻ ശേഖരണം ഇവിടെയുണ്ട്. നമുക്കിപ്പം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ലൈക്ക് അഗ്ലോണിമ, മണി പ്ലാന്റ്സ്, പിന്നെ ടെർമിനേലിയ, യൂജീനാസ്, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇൻഡോർ പ്ലസ് ഔട്ട്ഡോർ വരുന്ന കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് 70% ഇൻഡോറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള 30% ഔട്ട്ഡോർ പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സിനും വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കാണ്. സമാന സ്പീഷീസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് 8 ഏക്കർ ലാൻഡിലാണ്. ഇവിടെ ഏകദേശം 30 to 40ഓളം വരുന്ന ലേബേഴ്സ് ഉണ്ട്, 10ഓളം എക്സിക്യൂട്ടീവ് സ്റ്റാഫ്സ് ഉണ്ട്, പ്ലാന്റ് കെയർ എക്സ്പേർട്സ് ഉണ്ട്, നമുക്ക് ടിഷ്യൂ കൾച്ചർ ലാബ്, പിന്നെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അതിൻ്റേതായുള്ള മെഷീനറി എക്യുപ്മെൻറ്റ്സ്, പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മാനുവറൈസേഷൻ, പിന്നെ നിങ്ങൾ ഈ പോളി ഹൗസസ് കണ്ടാൽ തന്നെ അറിയാം പ്രോപ്പറായിട്ട് വാട്ടർ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ്, ഇതെല്ലാം മിക്സപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫാം ഇത്രയ്ക്ക് സക്സസ്ഫുൾ ആയത്. സമാന സ്പീഷ്യസിൻ്റെ ഈ ഒരു ഫാം എന്നുള്ള വെഞ്ചർ ഇപ്പം ഏകദേശം തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഈ ഒരു 4 വർഷ കാലാവധി നമ്മൾ കഴിഞ്ഞ ഒരു വർഷം സമയമായിട്ടേ ഉള്ളൂ നമ്മുടെ സെയിൽസിലോട്ട് വന്നിട്ട്. നമുക്ക് നല്ല തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ട്. നമ്മൾ 2 ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മുടെ കമ്പനി ഡീൽ ചെയ്യുന്നുണ്ട്. കൂടുതലും നമുക്ക് ഹോൾസെയിൽ എടുക്കുന്ന നഴ്സറി ഗ്രൂപ്പുകളാണ്. ഏകദേശം ഒരു 130ഓളം വരുന്ന നഴ്സറീസ് മലപ്പുറത്തും, ഒരു 70ഓളം to 80ഓളം വരുന്ന നഴ്സറീസ് കോഴിക്കോടും ദൈവം സഹായിച്ച് നമ്മുടെ ഇപ്പോൾ ഭാഗമായിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. അതുകൂടാതെ നമ്മുടെ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പോസിറ്റീവ് സപ്പോർട്ട്സ്, അവരുടെ കിട്ടുന്ന സ്ട്രോങ് റെഫറൻസുകൾ, ഇതെല്ലാം നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ സമാന സ്പീഷീസിൽ ഒരു 5-6 എലമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇൻഡോർ പ്ലാന്റ്സ്, സെറാമിക് പോട്ട്സ്, പ്ലാന്റർ ബോക്സസ്, വുഡൻ പ്ലാന്റേഴ്സ്, ലാൻഡ്സ്കേപ്പിങ്ങിന്, പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയുള്ള ഔട്ട്ഡോർ പ്ലാന്റ്സ്, പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വെർട്ടിക്കൽ ഗാർഡൻ എന്തെന്ന് ചോദിച്ചാൽ, ഒരു വെർട്ടിക്കൽ ഗാർഡൻ ലെറ്റ്സ് ഒരു 100 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റിലോട്ടായിരിക്കും ഒരു കസ്റ്റമർ വന്ന് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിന് കൊടുക്കാനുള്ള പ്ലാന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മണി പ്ലാന്റ് ആണല്ലേ, അല്ലെ റിയോ ഡിസ്കളറാണ്, റെഡ് റീപ്പാണ്, ഗ്രീനാണ്, പെഡിലാന്തസ് ഹൈബ്രിഡ് ആണ്. ഇപ്പോൾ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിപ്താന്തസ് ആണ്, ഇതൊക്കെ വെച്ച് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്ലാന്റ്സിൻ്റെ കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് സ്റ്റോക്കായിട്ട് കൊണ്ടുവന്നിട്ട് അത് എവിടെ കൊണ്ടും ഹുക്ക് ചെയ്യാനും. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നിറയെ പ്രൊജക്ട്സുകൾ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.
ഇപ്പം ഈ മാസം തന്നെ എടുക്കുകയാണ്, ഈ മാസം ആദ്യമാണ് നമ്മൾ അടൂര് മലബാർ ഗോൾഡിന് ഔട്ട്ലെറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കൊടുങ്ങല്ലൂര് മലബാർ ഗോൾഡിന് നമ്മൾ ഔട്ട്ലെറ്റ് ചെയ്തു. കാലിക്കറ്റൊക്കെ ലീഡിങ് ആയിട്ടുള്ള സ്കൂൾസ് പ്രദീപ് കുമാർ എം എൽ എയുടെ കീഴിൽ അന്നത്തെ അവരുടെ ഫണ്ടിങ് ഉപയോഗിച്ച് ചെയ്ത കാരപ്പറമ്പ് സ്കൂൾ നമ്മൾ ചെയ്ത പ്രൊജക്റ്റാണ്. ലാൻഡ്മാർക്കിന് വേണ്ടി ഇൻഡോർ ഓഫീസേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തു. ഹൈലൈറ്റിന് വേണ്ടി നമ്മൾ നിറയെ ഫ്ലോറുകളിൽ പ്ലാൻസ് എത്തിച്ചു. കാലിക്കറ്റിൽ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ, ഏകദേശം 1500 സ്ക്വയർ ഫീറ്റോളം വരുന്ന വില്ലാമറിയം എന്നുള്ള വെർട്ടിക്കൽ ഗാർഡൻ നമ്മളാണ് ചെയ്തേക്കുന്നത്. ഏകദേശം നമ്മളൊരു ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ട് തന്നെ ഒരു 100-150ഓളം വരുന്ന വീടുകൾ ടോട്ടലായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു 2-2.5 വർഷം സമയം കൊണ്ട് നമുക്ക് സാധിച്ചു. അപ്പം ആ ഒരു ഇതിന് ശേഷം നമ്മൾ അവർക്ക് വേണ്ടി റെഗുലറായിട്ട് പ്രോപ്പർ മെയിൻ്റെനൻസ് നമ്മൾ അവർക്ക് കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി റെഫറൻസ് കിട്ടി. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഹാർഡ്സ്കേപ്പും സോഫ്റ്റ്സ്കേപ്പും ചെയ്തു. ലോൺ വെക്കുക, ട്രീസ് വെച്ച് എടുക്കുക, എഡ്ജ് ബോർഡർ പ്ലാന്റ്സ് എടുക്കുക, അതിനുവേണ്ടിയുള്ള ഇറിഗേഷൻസ് ചെയ്യുക. ഹാർഡ്സ്കേപ്പിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പലതരത്തിലുള്ള സ്റ്റോണുകളാണ്. നാച്ചുറൽ സ്റ്റോൺസ്, കോബിൾ സ്റ്റോൺസ്, സദനകള്ളി, പിന്നെ ബാങ്കിങ് സ്റ്റോണ്, പിന്നെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ ഇൻ്റർലോക്ക് പോലുള്ള ഐറ്റംസ്. ഇതെല്ലാം തന്നെ നമ്മൾ മിക്സപ്പായിട്ട് ജെല്ലായിട്ട് വിത്ത് ഡിസൈനും ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ ഈ മലപ്പുറത്തും കാലിക്കറ്റിലും ബേസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ട്സിൻ്റെ ഹെൽപ്പുണ്ട്. അതുകൂടാതെ നമുക്ക് ലാൻഡ്സ്കേപ്പറുണ്ട്, ലാൻഡ്സ്കേപ്പ് ഡിസൈനറുണ്ട്. ലാൻഡ്സ്കേപ്പ് ഡിസൈനറാണ് നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഡിസൈൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്തു നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ആ ഒരു ബേസിലാണ് നമ്മൾ കൊട്ടേഷൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് നമ്മൾ കസ്റ്റമറിലോട്ട് എത്തിക്കുന്നു. അതിന് പ്രകാരമുള്ള നമ്മൾ ലാൻഡ്സ്കേപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുന്നു. നമ്മൾ ഏതൊരു ലാൻഡ്സ്കേപ്പിന് ഏകദേശം 1 മാസം to 2 മാസം അവർക്ക് ഫ്രീ പ്ലാൻ കെയർ കൊടുക്കുന്നുണ്ട്. ഏകദേശം പ്ലാന്റൊക്കെ ഒന്ന് കിളിർത്ത് സപ്പോർട്ടായി വരാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് മാനുവറും പിന്നെ മാൻ പവറും എല്ലാം നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടായിരിക്കണം നമ്മുടെ സമാന സ്പീഷ്യസ് ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ ലീഡിങ് വൺ ഓഫ് ദി ഇൻഡോർ നേഴ്സറി ആണ് കാരണം. എല്ലാവരും കേട്ടല്ലോ. ഇനി നമുക്ക് ഈ പോളി ഹൗസിന് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. 5 പോളി ഹൗസുകളാണ് ഞാൻ ഇന്നലെ അവിടെ സന്ദർശിച്ചത്. ഒട്ടനവധി വ്യത്യസ്തങ്ങളായ മണി പ്ലാന്റുകളുടെ കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അഗ്ലോണിമ, പലതരം വെറൈറ്റികൾ ചെറുതും വലുതുമായ തൈകളിലുണ്ട്. റിയോ പ്ലാന്റിൻ്റെ വ്യത്യസ്തങ്ങളായ പ്ലാന്റുകളുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ പലതരം വെറൈറ്റികൾ പല കളറിലായിട്ട് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. വലിയ വലിയ പോളി ഹൗസുകളിൽ വളരെ മനോഹരമായി ക്രമീകരിച്ച സ്റ്റാൻഡുകളിൽ വളരെ ഹെൽത്തിയായ പ്ലാന്റുകളായി തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹെൽത്തിയായ പ്ലാന്റ്, വ്യത്യസ്തങ്ങളായ കളക്ഷൻ, കൂടുതൽ ക്വാണ്ടിറ്റി, ഇത് തന്നെയാണ് ഈ നഴ്സറിയെ മറ്റുള്ള നഴ്സറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓരോ ഷെൽട്ടറിലെയും വിശേഷം അവർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് നമ്മുടെ മറ്റൊരു ഷെൽട്ടറാണ്. ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്. ഈ സെക്ഷനിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ കുറച്ച് ലാർജ് വെറൈറ്റീസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഡ്രസീന വിക്ടോറിയ, അല്ലെങ്കിൽ ഡ്രസീനയിൽ തന്നെയുള്ള ഐറ്റംസ്, നാരോ ലീഫിലുള്ള വരുന്ന ഐറ്റംസ്, ഓക്സിക്കാഡിയയിൽ വരുന്ന ഐറ്റംസ്, മൂൺഷൈൻ, സാൻസിവേരിയ മൂൺഷൈനിലുള്ള ഐറ്റംസ്, പിന്നെ പീസ് ലില്ലി അതിൻ്റെ ലാർജ് ലീഫ് വരുന്ന പെഡിലാന്തസ് ഹൈബ്രിഡിലുള്ള ഐറ്റംസ്. കുറച്ച് ഹൈറ്റും കുറച്ച് സൈസും ആണ്. ഏകദേശം ഒരു 2 feet 3 feet ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ ഒരു പോളി ഹൗസിനെ മറ്റുള്ള പോളി ഹൗസുമായിട്ട് ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുത്തുന്നത്. ഹൈറ്റിൽ വരുന്നതാണ് ഇതെല്ലാം. ഇതിൽ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്നതും ഉണ്ട്. അതുപോലെ ഗ്രീൻ പിഗ്മെന്റേഷൻ വന്ന അഗ്ലോണിമാസും നമ്മുടെ കയ്യിലുണ്ട്. ഇത് അഗ്ലോണിമയുടെ ഫാമിലിയിൽ വരുന്ന ചെടിയാണ്. മിൽക്കി വൈറ്റ് എന്ന് പറയും ഇതിന്റെ. സാൻസിവേരിയുടെ പീസ് ലില്ലി ആ ഒരു ഐറ്റത്തിൽ വരുന്നതിന്റെ ലൈറ്റ് കളർ ഷെയ്ഡാണിത്. പീസ് ലില്ലിയുടെ ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഫ്ലവർ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഈ വീടിൻ്റെ ഒക്കെ കോർട്ട് യാർഡ് സെറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻഡോറിൽ ഒരു പോർഷൻ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടാണ് പീസ് ലില്ലി. ഓക്കെ, പിന്നെ അതെ ഇത് CC പ്ലാന്റ് ആണ്. ഇത് പ്രത്യേകമായിട്ട് മിനിയേച്ചർ ടൈപ്പാണ്. എന്ന് വെച്ചാൽ വലിയ ഹൈറ്റോ സൈസോ വെക്കത്തില്ല. ഒരു അര ഫീറ്റ് ആ ഒരു ഹൈറ്റ് ഒക്കെ ഉള്ളൂ. ഇതിൻ്റെ നമുക്കൊരു വാസ്റ്റ് കളക്ഷൻ നമ്മുടെ ഇവിടെ ഉണ്ട്. ഏകദേശം നമ്മളൊരു 1000-1500 പീസോളം നമ്മുടെ കയ്യിൽ ഉള്ളതായിരുന്നു. ഇപ്പം ഏകദേശം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ഒരു 200-210 പീസസ് നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്കിൽ റെഡിലി അവൈലബിൾ ഉള്ളൂ. നോക്കിയാൽ നമുക്ക് ക്യാക്ടസ് കാണാം, പല ടൈപ്പിലുള്ള ക്യാക്ടസ് ഈ വരുന്ന വീക്കിൽ എത്തുന്നുണ്ട്. ക്യാക്ടസ് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 6-7 മണി വരെയോളം നമ്മൾ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈയിടയ്ക്ക് ഇപ്പം സൺഡേസ് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്.
സൺഡേ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ സമയത്തും കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ബോത്ത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ ബൾക്കായിട്ട് പ്ലാന്റ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള ഒത്തിരിയേറെ റെഫറൻസുകളിൽ ഇപ്പം നമുക്ക് സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട് പഴയതിനേക്കാളും. നമ്മളിപ്പം അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഓൺലൈൻ സെല്ലിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ണൂരും കാസർഗോഡും അല്ലെങ്കിൽ വയനാടും ഒക്കെ ഉള്ളവർ ചോദിക്കും, ഒരു മണി പ്ലാന്റ് എത്തിച്ചു തരുമോ, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റാന്തസ് എത്തിച്ചു തരുമോ, ഒരു അഗ്ലോണിമ കിട്ടുമോ. ഇനി നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം കർട്ടൻസ് ഒക്കെ വാങ്ങി അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് ഈ സംഭവം അങ്ങനെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ അധികം താമസിക്കാതെ പറ്റുമെങ്കിൽ ഈ മാസമോ അല്ലെങ്കിൽ വരുന്ന മാസത്തേക്കും നമ്മൾ ആ ഒരു സ്റ്റൈൽ ഓഫ് മോഡിലോട്ടുകൂടെ മാറുന്നതാണ്. അപ്പം നമ്മുടെ കൂടുതലും കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പ്ലാന്റുകളെക്കുറിച്ചൊക്കെ ഒരു നോളേജ് ആക്കി, പ്ലാന്റ്സിന് നമ്മുടെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് പ്ലാന്റ് പർച്ചേസ് ചെയ്ത് പോകുന്നത്. ഇതിന് ശേഷവും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട്, എങ്ങനെ ഇത് വാട്ടർ ചെയ്യണം, എങ്ങനെ ഇത് പുതിയ സക്കർ വരുമ്പോൾ ഇത് എങ്ങനെ റീപോർട്ട് ചെയ്യണം, ഈ പ്ലാന്റ് എത്ര നാളത്തേക്ക് നമ്മൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മാനുവൽസ് കൊടുക്കാറുണ്ട്, എങ്ങനെയൊക്കെയാണ് വാട്ടറിങ് എന്നുള്ളതിനുള്ള രീതികൾ നമ്മൾ കൊടുക്കാറുണ്ട്. ചില കസ്റ്റമേഴ്സ് പ്രോപ്പറായിട്ട് വാട്ടറിങ് ശരിയാകുന്നില്ല, അതിനുവേണ്ടി നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സെൽഫ് വാട്ടറിങ് പോട്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. സെൽഫ് വാട്ടറിങ് പോട്ട്സ് എന്നാൽ മറ്റൊന്നുമല്ല, പോട്ട്സിൽ ഇപ്പം അമിത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പോലും ആ പോട്ടിൽ ഉള്ള വെള്ളം അത് ലിക്വിഫൈ ചെയ്ത് അതൊരു സെക്ഷനിലോട്ട് മാറ്റി ആ പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സെൽഫ് വാട്ടറിങ് പോട്ട്സ്. ഇവിടെ വുഡൻ പ്ലാന്റർ ബോക്സസ് ഉണ്ട്, ഫൈബർ പോട്ട്സ് ഉണ്ട്, സെറാമിക് പോട്ട്സ് ഉണ്ട്, അങ്ങനെ അതിൻ്റെ ഒരു വൺ കളക്ഷൻസ് ഉണ്ട്. പിന്നെ സ്റ്റാൻഡുകളുണ്ട്, ഫ്രെയിമുകളുണ്ട്, പിന്നെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു 10 to 12 വെറൈറ്റീസ് ഉണ്ട്. ലൈക്ക് പീസ് ലില്ലി, അരിക്ക പാംസ്, സാൻസിവേരിയ, അങ്ങനെ ഒരു ഓക്സിക്കാഡിയ, പിന്നെ മണി പ്ലാന്റ്സിൻ്റെ തന്നെ പല 7-8 വെറൈറ്റീസ്. ഇതെല്ലാം തന്നെ എയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാസ പോലുള്ള കമ്പനികൾ റിസർച്ച് ചെയ്തെടുത്ത് 8 to 12 വരുന്ന പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമാന സ്പീഷീസിനെ മറ്റൊരു നഴ്സറി ആയിട്ട് ഡിഫർ ചെയ്യിക്കുന്നത്. അങ്ങനെ നമ്മുടെ നഴ്സറിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഷെൽട്ടറിലൊന്ന് കയറി നോക്കാം. എല്ലാ ഷെൽട്ടറിലും സൈഡ് ഭാഗത്ത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോളിയിൽ മണി പ്ലാന്റിന്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ട്. അതുപോലെ കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട പലവിധം വെറൈറ്റി ചെടികളുടെ ഒരു ഏരിയ തന്നെയുണ്ട്. വളരെ പെട്ടെന്ന് സന്ദർശിച്ച് പോകാമെന്ന് കരുതി നിങ്ങൾ ആരും ഇവിടെ വരണ്ട. അത്യാവശ്യം സമയം കണ്ട് തന്നെ രാവിലെയൊക്കെ അവിടെ എത്തി നമ്മൾ ആ പോളി മൊത്തം സന്ദർശിച്ച് തിരിച്ചു പോകുന്ന അത്രയും ഒരു സമയം നമുക്ക് വേണം. ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ ചെന്നത് കൊണ്ട് എനിക്ക് പ്ലാന്റ് ഒന്നും സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി മറ്റൊരു ദിവസം അവിടെ പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട് പോകണം. അത്രയും കളക്ഷനാണ് ഇവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ മണ്ണുത്തി എന്ന് ഈ ഒരു നഴ്സറിയെ നമുക്ക് വിശേഷിപ്പിക്കാം. ബിഗോണിയ ചെടിയുടെ നല്ലൊരു കളക്ഷൻ ഞാൻ ഇവിടെ കാണാനിടയായി. നല്ല പൂക്കളൊക്കെ ഇട്ട് ഏഞ്ചൽ വിങ് ബിഗോണിയാണിത്. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റം അലങ്കരിക്കാനായി പാമുകൾ ഇവിടെ ലഭ്യമാണ്. റെഡ് പാം, അതുപോലെ പലതരത്തിലുള്ള ഇലകളോട് കൂടിയ പാമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതൊന്ന് കണ്ടു നോക്കിയേ, ജേഡ് പ്ലാന്റിന്റെ വലിയൊരു ശേഖരം. ഇതിന്റെ തന്നെ കുഞ്ഞു പ്ലാന്റുകളും ഇവിടെ തന്നെ ലഭ്യമാണ്. അതും നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റുകളാണിത്. ഇതുപോലെ വളർന്നു കിടക്കുന്ന പ്ലാന്റുകൾ കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ അങ്ങ് കൊണ്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് പോലും ഈ ഒരു പ്ലാന്റുകൾക്ക് ഇല്ല. ഇനിയുള്ള ഈ ഒരു പ്ലാന്റുകളെ ഒന്ന് കണ്ടു നോക്കൂ. വീടിൻ്റെ വരാന്തയിലൊക്കെ നമുക്ക് അങ്ങ് കൊണ്ടുവച്ചാൽ മാത്രം മതി. അത്രയും വളർന്ന് വലുതായിട്ടുണ്ട്, അത്രയും ഹെൽത്തിയാണ്. അതിൻ്റെ ഇലകളൊക്കെ വലിയ ഇലകളായി മാറിയിട്ടുണ്ട്. ഈ ഒരു ഷെൽട്ടർ മൊത്തം ഇതുപോലെ വലിയ വലിയ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഭാഗത്തായിട്ട് CC പ്ലാന്റിൻ്റെ കുറച്ച് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിപ്താന്തസിൻ്റെ ഒട്ടനവധി വെറൈറ്റീസ്, കലാത്തിയയുടെ വെറൈറ്റീസ്, അതുപോലെ തന്നെയാണ് നമ്മുടെ സിൽവർ പോത്തോസിൻ്റെ വലിയ ഒരു കളക്ഷൻ തന്നെയുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ്. ഇതുപോലെ ഓക്സിക്കാഡിയോ, ഇതൊക്കെ വീടിനകത്തും ഓഫീസിലും അല്ലെങ്കിൽ ഡൈനിങ്ങിലും ബെഡ്റൂമിലും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഇനിയുള്ള ബാക്കി ഔട്ട്ഡോർ
പ്ലാന്റിൻ്റെ കളക്ഷൻ, അതുപോലെ ഇൻഡോർ പോട്ടുകളുടെ കളക്ഷൻ ഒക്കെ ഇവിടെയുണ്ട്. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ വഴിയെ വരാം. ഈ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ഇനിയും ഞാൻ അവിടെ സന്ദർശിക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ കാണിക്കാം. മുൻപൊക്കെ ഓരോ വീഡിയോ കാണിക്കുന്ന സമയത്ത് ദൂരെ നിന്നൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ട് പ്ലാന്റ് കിട്ടിയില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പരാതി ഈ ഒരു നഴ്സറിയോട് കൂടെ തീർത്തു കൊടുക്കാം. പ്ലാന്റ് തീർന്നു, ഞങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്നുള്ള പരാതി ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ സന്ദർശിക്കുക. എന്തായാലും ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഉപകാരം കൂടിയുണ്ട്. പ്ലാന്റുകളെ കുറിച്ചോ ഗാർഡനിങ്ങിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ വിവരണം വളരെ ഉപകാരപ്രദമാകും. എന്തായാലും വീഡിയോ എടുക്കാൻ ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇദ്ദേഹത്തിനോടും എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങളോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ നിങ്ങൾ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്താണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിയിടുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.